യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 32-ാം വചനം. യോഹന്നാൻ 3:32. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എങ്കിലും അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. ഈശോ ഉന്നതത്തിൽ നിന്നുള്ളവയെ പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം അവിടുന്ന് സ്വർഗത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15:47. 1 കൊരിന്ത്യർ 15:47. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്, രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. യോഹന്നാൻ തന്നെ എളിമപ്പെടുത്തുകയാണ് ഈ ആദ്യ മനുഷ്യനോട് ചേർത്തത് കൊണ്ട്. ഞാൻ ഈ ഭൂമിയുടെ ആണ്, വന്നവൻ സ്വർഗത്തിൽ നിന്നുള്ളതാണ്. എപ്പോഴും യോഹന്നാൻ ഈ ഒരു ആത്മീയ ഭാവമാണ് കൊണ്ടുവയ്ക്കുന്നത്. ഈശോയെ എപ്പോഴും കാണുന്നത് ഉന്നതമായിട്ടാണ്. കാണുന്നതിനെ പറ്റിയാണ് ഈശോ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വചനത്തിലൂടെ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. യോഹന്നാൻ 3:30. അത് കാണുന്ന എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. എവിഡൻസ് ഓഫ് തിങ്സ് ദാറ്റ് ആർ നോൺ. പിന്നെ കേട്ടു എന്ന് പറയുന്നത് അതിന്റെ ഉറവിടത്തെ കുറിച്ചാണ്. അപ്പോ ഈശോയ്ക്കുള്ള അറിവും ജ്ഞാനവും ദൈവികത്വവും എല്ലാം പിതാവിൽ നിന്നാണ്. അപ്പൊ ഈ ഈശോയോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഈശോയോടുണ്ടായിരുന്ന ദൈവികവും അതുപോലെ ജ്ഞാനവും അതുപോലെ അറിവുമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ലോകത്തിന്റെ, അതായത് ഈ ഭൂമിയുടെ അറിവും ജ്ഞാനവും അതിന്റെ കെട്ടുപാടുകളല്ല നമുക്ക് ആവശ്യമുള്ളത്, ഉന്നതത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നത്, മനുഷ്യൻ അത് സ്വീകരിച്ചില്ല എന്നുള്ളത്. എന്തുകൊണ്ട് മനുഷ്യൻ സ്വീകരിക്കുന്നില്ല? ഇന്നും നമ്മൾ ഒത്തിരി ദൈവിക കാര്യങ്ങള് പല ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്നെങ്കിലും അതൊന്നും തങ്ങി നിൽക്കുന്നില്ല നമ്മള്. അതിന്റെ അടിസ്ഥാന കാരണം മനുഷ്യൻ പാപം ചെയ്ത അന്ന് മുതൽ പാപത്തിലേക്കും തിന്മയിലേക്കും അവന് അടിസ്ഥാനപരമായിട്ടൊരു ചായ്വുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ തിന്മയിൽ വ്യാപരിക്കുകയും അതിന്റെ ഉറവിടത്തിൽ നിന്നാണ് പലരുമായി നമ്മൾ ഇടപെടുമ്പോൾ അതാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. കർത്താവ് പഠിപ്പിക്കുന്നതോ കർത്താവിന്റെ കാര്യങ്ങളോ ഒന്നും അല്ല ഭൂരിപക്ഷം ആൾക്കാരിൽ ഉള്ളത്. അവിടെയാണ് നമുക്ക് വളരെയധികം വ്യക്തമായ വിവേചനം വേണ്ടത്. നമ്മൾ ഇടപെടുന്ന വ്യക്തികളുടെ ഉറവിടം എന്താണ്, ഇനി എങ്ങനെയാണ് മനുഷ്യൻ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന വചനത്തിലൂടെ നമുക്ക് കാണാം. ഉൽപ്പത്തി 8:21. ഉൽപ്പത്തി 8:21. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ജെറമിയ 17:9. ജെറമിയ 17:9. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാവിധം ദൂഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ബാറൂക്ക് 1:21. ബാറൂക്ക് 1:21. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല. എന്നാൽ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചും ഞങ്ങൾ തന്നിഷ്ടം പോലെ നടന്നു. മിക്ക 2:1. മിക്ക 2:1. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൊപ്പുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. സങ്കീർത്തനം 36:4. സങ്കീർത്തനം 36:4. കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു, അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു, തിന്മയെ അവൻ വെറുക്കുന്നില്ല. 2 തിമോത്തി 2:17. 2 തിമോത്തി 2:17. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹ്യുമനേയോസും കിലേത്തോസും. ഗലാത്യ 2:6. ഗലാത്യ 2:6. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ.
ഈ അവസാനം പറഞ്ഞ രണ്ട് വചനത്തിന്റെ ഒരു വ്യക്തമായ ഒരു വിവേചനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. കാരണം നമ്മൾ ഇടപെടുന്ന വ്യക്തികള് യഥാർത്ഥ ഉറവിടത്തിൽ നിന്നല്ലെങ്കിൽ, നമ്മൾ ഈ കൃപയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം കേട്ട് കഴിഞ്ഞു കഴിയുമ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. എന്നാൽ നമുക്ക് അത് പറയാൻ നമ്മള് അത്ര വളർന്നിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗലാത്യ 2:6 നമുക്ക് ഒന്നും കിട്ടാത്ത പോലെ തോന്നും. ഒന്ന് രണ്ട് പ്രാവശ്യം ഒരാളെ കേട്ടിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നി വീണ്ടും വീണ്ടും അതിനെ കേൾക്കാൻ പോയി കൃപ കളയേണ്ട കാര്യം. അതുപോലെ തന്നെ ഈ ഭക്തിരാഹിതരുടെ സംസാരം വീണ്ടും വീണ്ടും കേൾക്കാൻ പോയ നാളിതുവരെ സമ്പാദിച്ചത് പോകുന്നതിന് ഒരു സിറ്റിംഗ് മാത്രം മതി. പല ആൾക്കാരെയും നമുക്ക് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച കൃപ കളയുന്നവരെ നമ്മൾ കണ്ടുമുട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറവിടത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം. ഇത് വചനത്തിൽ നിന്നാണോ, യഥാർത്ഥ വചന ശ്രവണത്തിൽ നിന്നാണോ വന്നേക്കുന്നത്, സഭയുടെ പ്രബോധനത്തിൽ നിന്നാണോ വന്നത്, അതോ സ്വന്തമായി വചനത്തെയും സഭയുടെ പ്രബോധനത്തെയും തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ ഈ വചനത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമുള്ളൂ, 2-3 പ്രാവശ്യം കേട്ടിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. ആ ഗലാത്യ 2:6 ഒന്നുകൂടി വായി. ഗലാത്യ 2:6. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗർണിക്കുന്നേ ഇല്ല. ദൈവമുഖം നോക്കുന്നവനല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്.